ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. കൊച്ചിയിലോട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് കൊച്ചിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ അപ്പം അവിടെ വെച്ചിട്ട് ചെറിയൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കുക, അല്ലാത്തവർക്ക് വേണ്ട. ആരെയും ഞാൻ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുന്നില്ല. ഇല്ലാത്തവർ ഇതിനെക്കുറിച്ച് എതിർത്ത് പറയാൻ വേണ്ട. കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നു. ലേറ്റ് നൈറ്റ് ആയിരുന്നു. എന്നെ വന്ന് പിക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത്രേ എനിക്ക് എന്തേലും അവിടെ കയറിയിട്ട് വീട്ടിൽ ബാഡ് അടിക്കുകയാണെങ്കിൽ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് ബാഡ് അടിച്ചു, പക്ഷേ ബാക്കിയുള്ളവരൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇങ്ങനത്തെ സംഭവം എനിക്കത് അറിയാൻ പറ്റും. എനിക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, ഞാൻ ഒരു കഴിവേറി ആയതുകൊണ്ടായിരിക്കും എനിക്കറിയാൻ പറ്റും ഇങ്ങനത്തെ. സോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ കൊണ്ട് ഫ്രണ്ട് നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. അപ്പം അപ്പാർട്ട്മെൻറ്റിൽ പോയപ്പം കയറിയപ്പോൾ ഒരു പ്രശ്നമില്ലാതെ കൊണ്ട് ബാഗൊക്കെ വെച്ചിട്ട് നേരെ ലിവിങ് റൂമിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഫ്രണ്ട് ഈ സൈഡിൽ ഇരിക്കുന്നു, ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നു. അപ്പം സോഫയിലിരിക്കുക. ആ സൈഡിൽ ഒരു ജനാല പോലെ, അതിനകത്ത് മറ്റേ കർട്ടനല്ലേ, ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. സോ ബ്ലൈൻഡ്സ് താഴ്ത്തിയിട്ടേക്കുമായിരുന്നു. സോ ആ സമയത്ത് അവിടെ ഇരുന്നപ്പം എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരുമാതിരി വരുന്നത്. ഇതിപ്പോൾ ബാഡ് അടിച്ച് ഞാൻ അപ്പോൾ വിചാരിച്ചു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നമുക്ക് ഈ ചില സമയം പറയുമ്പോൾ ഗൂസ് ബംസ് ഒക്കെ അടിക്കത്തില്ല, അതേപോലെ വന്നു. അപ്പം ഫ്രണ്ട് ഇരുന്നിട്ട് അടുത്തൊരു സംസാരിച്ചോണ്ടിരിക്കുക. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു ഫ്രണ്ടിനെ ഇങ്ങനെ നോക്കിയതും ബാക്ക് സൈഡിൽ ആ കർട്ടൻ്റെ അവിടെ, ആ ബ്ലൈൻഡ്സിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഷാഡോ, ഒരാളെ രൂപത്തിലൊരു ബ്ലാക്ക് ഷാഡോ. ഞാൻ അപ്പോൾ എൻ്റെ കിളി മൊത്തത്തിൽ പോയി. കാരണം ഇതേപോലെ മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാലും ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടത് ഞാൻ ചോദിച്ചാൽ എൻ്റെ തോന്നലില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കിവിടെ ചെറുതായിട്ട് ബാഡ് അടിച്ച് ഇങ്ങനെയാണെന്ന്. അപ്പം അത് കേട്ടിട്ട് ഫ്രണ്ടിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആളും വന്നിട്ട് പറഞ്ഞ് ഞാനും കണ്ടിട്ടുണ്ട്, ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പം പെട്ടെന്ന് ഇങ്ങനെ എന്തോ പോയെന്ന് പറഞ്ഞു. അപ്പം ബാക്കി ആരും വിശ്വസിച്ചില്ല. പറയുമ്പോഴേ ചുമ്മാ ഇത് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ. എന്നിട്ട് ഒരു ദിവസം എന്നിട്ട് നൈറ്റൊന്നും ഉറങ്ങാനും പറ്റുന്നില്ല, ഒരുമാതിരി ഒന്നും തുടങ്ങാനും പറ്റില്ല, ഒരുമാതിരി എല്ലാത്തിനും ഒരു ഡിസ്റ്റർബൻസ്. അപ്പം എന്ത് ചെയ്ത് ഒരാളെ പോയി കണ്ട്, ഇതിൻ്റെത് കൊല്ലത്തായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാളെ പോവാന്ന് പറഞ്ഞിട്ട് നൈറ്റ് എന്ത് ചെയ്തു പറഞ്ഞെല്ലാം ശരിയാക്കി സെറ്റാക്കി ഞാനും ഫ്രണ്ട് ഇരുന്നു. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് കുളിക്കുന്നു, ആളെ വിളിക്കുന്നു, കുളിച്ചിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ. എന്നിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ കുളിക്കാൻ കയറി. അപ്പോൾ ആ സമയത്ത് ആൾ ഉറങ്ങുക, ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഉറങ്ങുക. ഞാൻ കുളിക്കാൻ കയറി, അകത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെളിയിൽ സൗണ്ട് കേട്ട്. എന്ന് പറയുമ്പം സ്വിച്ച് ഇടുന്നു, ബ്രഷ് ചെയ്യാനായിട്ട് ടാപ്പ് തുറക്കുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഞാൻ എണീറ്റ് സൗണ്ട് കേട്ടിട്ട് ആളും എണീറ്റിട്ട് ഇറങ്ങുമായിരിക്കും പോവാനായിട്ടെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം ഇവരൊക്കെ ഉറങ്ങും. അപ്പം ഇവരാരും എണീക്കേണ്ടെന്നുള്ള രീതിക്ക് ഞാൻ ലൈറ്റൊന്നും ഇട്ടില്ല. അപ്പം അകത്ത് ഇറങ്ങി. അപ്പം കുളിച്ചിട്ട് പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിയത് ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഫുള്ള് ലൈറ്റൊന്നും ഒറ്റ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. അപ്പം വിചാരിക്കും തൊട്ടടുത്തുള്ള വീട്ടിലല്ലോ ഇത് ഇട്ടോന്നാണ്. തൊട്ടടുത്ത വീട്ടിലും അല്ല. കാരണം തൊട്ടടുത്തെന്ന് പറയുമ്പം ഷട്ടിൽ കോട്ട. അവിടെ എന്ന് പറയുമ്പം അവിടെ ഒരു 6 മണിക്കൊക്കെ തുടങ്ങത്തുള്ളൂ. ഞാൻ എണീറ്റ് ഒരു 4 മണി 4:30 എണീറ്റാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ആ ടൈമിലൊന്നും ആരുമില്ല. എന്നിട്ട് ഞാൻ നല്ല പേടിച്ച ആ സമയത്ത്. അപ്പോൾ ഞാൻ വെച്ച് ബ്രഷ് ചെയ്യുന്നതിൻ്റെ അവിടെ കാണാം. നമ്മൾ റൂമിൻ്റെ നേരെയാണ്, റൂമിൻ്റെ ഡോറിൻ്റെ നേരെയാണ് ബ്രഷ് ചെയ്യുന്ന സ്ഥലം. ബ്രഷിങ് അല്ല, വാഷ് ബേസ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പം ഹോളും കാണാം, ആ വാഷ് ബേസിനും കാണാം. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരാളെന്ന് പല്ല് വെച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഇരുട്ടത്തില്ല. അപ്പം ഇരുട്ടത്ത് ഒരാൾ നിന്നാലേ നമുക്ക് ആളെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു ബ്ലാക്ക് സാധനം നിൽക്കുന്നു, അങ്ങനെയല്ലേ കാണാൻ പറ്റും. അപ്പം ഞാൻ നിന്നിട്ട് എടോന്ന് ഞാൻ കിടന്ന് വിളിക്കുക, ഹലോ എടോ. അപ്പോൾ ഇത് മൈൻഡ് ചെയ്യണില്ല എന്നെ. അപ്പം തിരിഞ്ഞു നോക്കണം. അപ്പോൾ എനിക്കങ്ങ് ഒരുമാതിരി ഇതെന്താ ഇത്രയും ഞാൻ വിളിച്ചിട്ട് ഇത് അങ്ങനെ അങ്ങ് നിൽക്കുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പം എനിക്കൊന്ന് ബാഡ് അടിച്ചു പെട്ടെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞ് ബെഡിലോട്ട് നോക്കി. ഫസ്റ്റ് ഞാൻ ബെഡിൽ നോക്കിയപ്പോൾ ആളില്ലായിരുന്നു അവിടെ. സത്യമായിട്ടില്ല. നീ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുള്ളു പഠിക്കണം. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം ഈ സംഭവം ഉള്ളതാണോ ഇല്ലയെന്ന്. ഞാൻ അതുകൊണ്ട് ആരും നിർബന്ധിച്ച് ഞാൻ വിശ്വസിക്കണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് നിന്നിട്ട് ഇത് കണ്ട് ഞാൻ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയത് ബെഡിൽ ആൾ കിടപ്പുണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, നീണ്ടു നിവർന്ന്. ഞാൻ അപ്പോഴെന്ത് ചെയ്തെന്ന് അറിയുമോ, ഞാൻ എന്ത് ചെയ്യണം, ലൈറ്റ് ഇടാതെ നേരെ ആളടുത്ത് ഓടിപ്പോയിട്ട് എണീക്കെന്ന് പറഞ്ഞ് വിളിച്ചെണീപ്പിച്ച്. എന്നിട്ട് ഞാൻ അടുത്ത് പറഞ്ഞില്ല ഈ സംഭവം. എന്നിട്ട് എന്ത് ചെയ്ത് ആളെ കൊണ്ട് ഞാൻ ലൈറ്റ് ഇടിപ്പിച്ചല്ലാണ്ട്
എല്ലായിടത്തും ലൈറ്റ് ഇടാൻ പറഞ്ഞു പോയി ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ കണ്ട സ്ഥലത്തൂടെ നടന്നു പോയി ലൈറ്റ് ഇട്ട്. ആൾക്കെന്താ അറിയാം, പക്ഷെ ആളിത് കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി ആ സ്ഥലത്ത് പോയി, ഇതിനെക്കുറിച്ച് നോക്കുന്ന കൊല്ലത്തെ സ്ഥലം. ഞാൻ അവിടെ നിന്നും ഇപ്പോൾ പറയുന്നില്ല, അതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പം അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവരിങ്ങോട്ട് പറഞ്ഞു. സോ നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കണ്ട്. അപ്പോൾ പറഞ്ഞ് കാണും, എങ്ങനെ കാണാതിരിക്കുക, അവരെണീക്കണ സമയത്തിൽ നീയും എണീറ്റത്. കാരണം ഞാൻ എണീറ്റ് കുളിക്കാൻ കയറിയെന്ന് പറയുമ്പം നമുക്ക് അവിടെ രാവിലെ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് കൊല്ലം വരെ ഒരു 3 to 4 hours എടുക്കും. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു 7 മണിക്ക് വണ്ടി കയറണമല്ലോ. ഞാൻ ആ സമയത്ത് ഞാൻ രാവിലെ എണീറ്റ് ഒരു 3:30 കഴിഞ്ഞപ്പോൾ എണീറ്റു. 4-4:30 ആയപ്പം കയറി അകത്ത് ബാത്റൂമിൽ കയറി. ആ ടൈമിൽ അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞപ്പം എങ്ങനെ കാണാതിരിക്കും, അവർ എണീക്കുന്ന സമയത്ത് നീയും എണീറ്റു, അതുകൊണ്ടാണ് കണ്ടതെന്ന്. കാരണം അവരെന്നിട്ട് പറഞ്ഞ അവിടെ ഓൾറെഡി ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്, നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാത്തതെന്നാണ്. പക്ഷേ ഞാൻ കണ്ടതൊരു പെണ്ണിനെയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ തൂങ്ങി മരിച്ച പെണ്ണ് വല്ലതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്ത്, നമ്മളിങ്ങ് അന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ആ വീടിൻ്റെ ഓണർ, നമ്മൾ ആ സ്ഥലം ഒരാൾക്ക് കൊടുത്തയാണ് ആ ഓണർ. അവർ പക്ഷേ തൊട്ടടുത്തന്നെ നൈറ്റ് വന്നിട്ട് നമ്മൾ കിടക്കുക. ഇതെല്ലാം അറിഞ്ഞിട്ട് കിടക്കുമ്പം ആർക്കെങ്കിലും പേടി വരും. അപ്പം നൈറ്റ് കിടന്നപ്പം അടുക്കളയിൽ നിന്ന് കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുന്നു. കുക്കറിൻ്റെ അല്ലേ പ്രഷർ കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുന്നു, വിസിലടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കുമ്പോൾ നമ്മളവിടുത്തെ ഇൻഡക്ഷൻ കുക്കർ നേരത്തെ ഇരുന്നില്ലേ ഫസ്റ്റ് ഇരുന്ന് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കും, ഒരു സൗണ്ട് കേൾക്കും. അത് സൗണ്ട് കേൾക്കുന്നു, പാത്രം കഴുകുന്നു എന്ന് പറയുമ്പോൾ ജോലി എടുക്കുന്നു. അപ്പം നമ്മൾ ഉറപ്പിച്ച പെൺകൊച്ച് ഏതോ കൊച്ച് വരച്ചത്. അപ്പം അതിൻ്റെ പേടി അകത്ത് എടുക്കുക. ഈ സൗണ്ട് എല്ലാം നൈറ്റ് കേൾക്കുക, 2 മണിക്ക് 3 മണിക്കൊക്കെ കേൾക്കുക. അപ്പം ഒരു ദിവസം നൈറ്റ് ആയപ്പോൾ എന്ത് ചെയ്ത്, എനിക്കൊന്നും പേടിയൊക്കെ മുഖത്ത്. കാരണം എനിക്ക് പിന്നെ ആ റൂമിനകത്തൊക്കെ നിൽക്കണത് കാണാൻ പറ്റുന്നു. നമ്മൾ തറയിലാണ് കിടക്കുന്നത്, തൊട്ടടുത്ത് കാലിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നു. അപ്പം അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ, ആളുടെ കാലിൻ്റെ അവിടെ നിന്ന് കാല് വലിക്കുമെന്ന്. ആൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, കാലിങ്ങനെ ഒരാൾ വലിക്കുന്ന പുള്ളി ചെയ്യുന്ന പോലെ. അപ്പം ആൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതുള്ളതാണ്, അവരിങ്ങനെ വലിക്കുന്നുണ്ടെന്ന് പറയും. കാരണം ഇവർ ആദ്യം പോയി അവിടെ നിന്നത്, എന്നെ അത് പ്രത്യേകിച്ച് ഡിസ്റ്റർബൊന്നും ചെയ്തിട്ടില്ല. അടുത്ത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വന്ന് നിൽക്കും. പക്ഷേ ആ സമയത്ത് കിടക്കുന്ന സമയത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അന്ന് നൈറ്റ് എന്ത് ചെയ്തു, നമ്മളെല്ലാവരും ഇറങ്ങി ഓടി പറയുമ്പം കോവി വിളിച്ചോണ്ടാണ് ഓടിയത്. അപ്പം അത് ഈ അടുത്തുള്ള വീട്ടുകാരെ ഇതിൻ്റെ ഓണർ, നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ, ഈ സ്ഥലത്തിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നൈറ്റ് ഇവർക്ക് ഉറക്കം കിട്ടിയില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് ഇറങ്ങി ഓടിയത്. അപ്പോൾ ഇവരെന്ത് നെക്സ്റ്റ് ഡേ വന്നിട്ട് നമ്മളിവിടെ വെളിയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരതുവഴി പോയപ്പോൾ എന്താ മക്കളെ നിങ്ങൾ ഉറങ്ങിയില്ല എന്നൊക്കെ കേട്ടല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ അവരെ വീട്ടിൽ തൊട്ടടുത്താണ്, അവരങ്ങോട്ട് എന്നിട്ട് നമ്മൾ ചോദിച്ചു ഇവിടെ ഇതിനു മുമ്പ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു, തൂങ്ങി മരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. തൂങ്ങി മരിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മരിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മളെ കിളി മൊത്തത്തിൽ പോയി. കാരണം അതും ആ ഒരു സ്ഥലത്താണ് നമ്മൾ റൂം ഇപ്പോൾ അവർ കെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ കണ്ടുവയ്ക്കുന്നത്. സോ ആ ടൈമിൽ കിളി മൊത്തം പോയി. അപ്പം നമ്മൾ 2 പേരെ കണ്ട്, ഒരു പെണ്ണിനെയും കണ്ട് ഒരു ആണിനെയും കണ്ട്. എന്ന് പറയുമ്പോൾ അവിടെ 2 ആത്മാക്കളുണ്ട്, ഒരു പെണ്ണും ഉണ്ട് ഒരു ആണും ഉണ്ട്. ലൈക്ക് ഞാൻ കണ്ടത് ഒരു പെണ്ണിൻ്റെ ആത്മാവിൻ്റെ 2 പെണ്ണിൻ്റെ ഷാഡോയാണ്. പക്ഷെ അവിടെ മരിച്ചിട്ടുള്ളത് ആണിൻ്റെ. അപ്പോൾ 2 ഉണ്ട് അവിടെ, 2 ശല്യമാണ്. സോ എനിക്കത് പറയുമ്പോൾ ഒരുമാതിരി പറഞ്ഞു കണ്ടാരം. സോ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല അത് 8 വർഷത്തിന് മുമ്പ് മരിച്ചതല്ലേ, 8 വർഷത്തിന് മുമ്പ് മരിച്ചതല്ലേ, അതൊന്നും കാണത്തില്ല അത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും നിങ്ങളിത് ചെയ്യാതിരുന്നിട്ടുണ്ട്, ആത്മാക്കൾക്ക് ഇത് ശാന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്തോ ചെയ്തില്ലാത്ത രീതിക്ക് എന്തോ പറഞ്ഞത്, മക്കളെന്തോ ഇല്ലെന്നോ എന്തോ ചെയ്തിട്ടില്ലെന്നോ പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി അതങ്ങനെ കിടന്ന് അലഞ്ഞ് കിടക്കുക, അതിന് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ചെയ്യേണ്ട കാര്യം ചെയ്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ സമ്മതിച്ചില്ല. അപ്പം നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് തൂത്തിറക്കണ സമയത്ത് ഇവർ നേരെ ഈ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ട്, ഇവരങ്ങോട്ട് പോകുന്നു, ഓടി അങ്ങോട്ട് പോയിട്ട് അങ്ങ് അറ്റം ചെന്നിട്ട് ഇങ്ങനെ നോക്കുന്നു അവിടെ ചെന്ന്. പിന്നെ അത് മനസ്സിലായത് അവിടെയാണ് ഈ ആൻറ്റിയുടെ ഹസ്ബൻഡിനെ കുഴിച്ചിട്ടേക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു. എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലാറ്റ് പോലെ അവർ വച്ചേക്കുക. അതിൻ്റെ ഓണറെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആ സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പം നമുക്കിവിടെ നിന്ന് മാറണം എന്നുള്ളത്. അപ്പം അവരൊന്നും പറഞ്ഞു
ഇതൊന്നും അല്ല, ഇത് ചുമ്മാ നിങ്ങൾ റീസൺ ആക്കുക. പറയുമ്പോൾ അവർക്ക് ഒട്ടും വിശ്വാസമില്ല. നൈറ്റ് നമ്മൾ കിടന്നുറങ്ങണമെന്ന് പറയുമ്പോൾ മറ്റേ കാഞ്ചന സിനിമയിൽ മറ്റേ അതിനകത്തൊരു ക്യാരക്ടറില്ലേ, ആ രാഘവൻ്റെ അളിയനാണോ അനിയനാണോ അനിയനാണോ പറഞ്ഞാൽ ചേട്ടനാണോ തോന്നല്. ചേട്ടനാണെങ്കിൽ മറ്റേ പേടിച്ചിട്ട് മറ്റേ ഗണപതിയുടെയും മുരുകൻ്റെയും അയ്യപ്പൻ്റെയൊക്കെ ഒരു ഷീറ്റ് പുതയ്ക്കത്തില്ലേ, അതേപോലെ ഒരു ചുറ്റും മറ്റേ എന്നിട്ട് ചൂലും ഇട്ട്, പേടിച്ച് ചുറ്റും ചൂലും ഇട്ട് ചെരുപ്പും വച്ചിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോ തലയുടെ അവിടെ വെച്ച് മറ്റേ ചന്ദ്രത്തിരിയും കത്തിച്ച് മറ്റേ ഇങ്ങനെ പുതപ്പ് മൂടി ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. സത്യമായിട്ടും ഇത് കേൾക്കുന്നവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് വിശ്വാസം വരും. ഇല്ലാത്തവരെന്ന് പറയും ഇതിപ്പോഴും എന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട. കാരണം വിശ്വാസം ഉള്ളവർക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അനുഭവം എന്നൊക്കെ പറയാം. പക്ഷെ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് ജസ്റ്റ് കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും, അതങ്ങ് വിട്ടേക്കാം. പിന്നെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് വിടുന്നെന്ന് പറഞ്ഞല്ലോ, എന്നിട്ടും നമ്മൾ കുറേ അപ്പാർട്ട്മെൻറ്റ് നോക്കി പെട്ടെന്ന് മാറാനായിട്ട്. അപ്പം അതിനായിട്ട് ഒന്നും കിട്ടിയില്ല. എന്ന് പറയുമ്പോൾ ഇത് തടസ്സമാക്കും. നമ്മൾ ആ വീട്ടിൽ നിന്ന് വേറെ ഒരിടവും വിടാതെ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ രീതിക്ക് അത് പിടിച്ചു വച്ചിരിക്കുക നമ്മളവിടെ അങ്ങ്. അപ്പം നമ്മളെന്ത് ചെയ്തു, നൈറ്റ് ഒരു ദിവസം നമ്മളെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് നൈറ്റ് ടോട്ടൽ 4 പേരാ, ഒരാൾ നാട്ടിൽ പോയി, 3ാമത് ഒരാളുണ്ടല്ലോ അവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അവിടെ കിടക്കാനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആള് നൈറ്റ് ആയപ്പം ആളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയോ പോയി എന്ന് പറയുമ്പം പിന്നെ ആളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നമുക്ക് നൈറ്റ് ആവും തോറും പേടിയാവുന്നു. നൈറ്റ് 2 പേരേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ കൂടെ ഉള്ളതെന്ന് പറയുമ്പോൾ അയ്യോ ഇങ്ങനൊരു ടൈപ്പ്. അതുകൊണ്ട് 2 പറ്റത്തില്ല. കാരണം ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും അഭിനയിച്ചെങ്കിലും നിൽക്കാം. ഇതിപ്പോൾ അത് 2 പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നൈറ്റ് പേടിച്ചോടി ഇറങ്ങി. കാരണം ആളെ വിളിച്ചിട്ട് ആൾ ഫോൺ എടുക്കുന്നില്ല. ആൾ സ്വിച്ച് ഓഫ് ചെയ്തില്ലേ, ലാസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്ത്. നമ്മൾ ലാസ്റ്റ് ഇറങ്ങി ബൂസ്റ്റർ ചായ പോയി നിന്ന് ഫോർട്ട് കൊച്ചി പോയി ഇങ്ങനെ കിടന്ന് കറങ്ങുക. പെട്രോളും അടിച്ച് ഫുള്ള് കൊച്ചി. ഞാൻ അന്ന് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ കൊച്ചി ഫുള്ള് പഠിച്ച്. വാട്ടർ മെട്രോ. സോ ആ ഒറ്റ രാത്രി ഞാൻ ഫുൾ കൊച്ചിയും പഠിച്ച റൂട്ട്. എന്നിട്ടും 6 മണിയാവുമ്പോൾ തിരിച്ച് കയറാം. എനിക്കാണെങ്കിൽ ഉറക്കവും പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു ധൈര്യം ഇടയ്ക്ക് വെച്ചാൽ ഉറക്കം വന്ന് പ്രാന്തായിട്ടൊരു ധൈര്യം കിട്ടി. എന്നിട്ടും എൻ്റെ കൂടെ ഞാൻ പറയാം പോവാം, ചിലപ്പോൾ ഇനി പോകുമ്പോൾ വല്ല ഫ്രണ്ടിൽ ഒന്ന് നിന്നാലോ. അതും ശരി. കാരണം എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഐ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഷാഡോ കൊച്ചിൽ കാണാൻ പറ്റും. സോ അത് ഞാൻ ആദ്യം വിചാരിച്ച് ചുമ്മാ ഇത് കള്ളത്തരം. പക്ഷെ ഓരോരുത്തരും ചെന്ന് ചോദിച്ചപ്പം അതങ്ങനെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ ഫുൾ എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോഴത്തേക്കും അതങ്ങനെ ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ചുമ്മയല്ല, എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ എനിക്കൊരു പേടി, തിരിച്ച് ചെന്ന് കയറി പോകുമ്പോൾ പോലെ ഫ്രണ്ടി ഒന്ന് നിന്നാലേ തലയിറങ്ങിയാൽ വീഴും. എന്നിട്ട് നമ്മൾ നൈറ്റ് ഫുള്ള് നിന്ന്, എന്നിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ കറങ്ങി തീർന്നു. കൊച്ചി ഫുള്ള് നമ്മൾ കറങ്ങി തീർന്ന്. ഫോർട്ട് കൊച്ചി പോയപ്പോഴത്തേക്കും അവിടെ ചെക്കിങ് ചെയ്യുന്നു. അപ്പം വേറെ ഒന്നുമില്ല, ഞാൻ ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അപ്പം വെറുതെ എന്തിനാ പറ്റിയിട്ട്. അപ്പോൾ അവിടെ വരെ പോയിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് പിന്നെയും കിടന്നിട്ട് 4-5 കറക്കം കറങ്ങി. കാഞ്ചീപുരത്തിൻ്റെ അവിടെ കൂടെ എന്നിട്ട് പൈപ്പ് ലൈൻ അല്ലല്ല, മറ്റെന്തൊന്ന് ഹൈവേ ആണല്ലേ, ഹൈവേ റൂട്ട് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ബൂസ്റ്റർ ചായയുടെ അവിടെ പോയി നിന്ന്. ലാസ്റ്റ് അവർ ഏർലി മോർണിംഗ് എന്തോ ക്ലോസ് ചെയ്യുമല്ലേ കുറച്ച് നേരത്തേക്ക്, അതുവരെ കയറി അവിടെ നിന്നിട്ട് നമ്മളെ വഴിയുണ്ട്, ആ അപ്പാർട്ട്മെൻറ്റ് റോഡിൻ്റെ ഒരു വഴിയുണ്ട്, പുതിയ റോഡെന്നാണ് പേര്, അറിയാമെന്നുള്ള. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെന്ന് നിൽക്കുക. ഇങ്ങനെ 6 മണിയാവാനായിട്ട് ടൈം നോക്കി. എന്നിട്ട് ഏതോ ഒരു കോഫി ഷോപ്പിൽ വീണ്ടും പോയി അവിടെ നിന്ന് കോഫി കുടിച്ച് കോഫിയും ചായ. നമ്മൾ എന്നിട്ട് 5 മണിയൊക്കെ ആയപ്പം പോയി. ഫസ്റ്റ് നമ്മളങ്ങ് പോയി റൂമിൻ്റെ അവിടെ പോയിട്ട് കീ എടുത്തപ്പം ഡോറിൻ്റെ കീ കാണാനില്ല. ഫുള്ള് തപ്പി. എന്ന് പറയുമ്പോൾ ഒരുമാതിരി ആരോ നമ്മുടെ ഇപ്പം കയറണ്ട എന്ന് പറയണത് പോലെ കീ കാണാനില്ല. പോക്കറ്റ് ഞാനൊന്ന് ഫുള്ള് നോക്കുന്നു, എൻ്റെ കൂടെ നിന്ന് ആൾ നോക്കുന്നു, കീ ഇല്ല കയ്യിൽ. ലാസ്റ്റ് നമ്മൾ പോയ വഴിക്കെല്ലാം പോയി, എന്നിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ ബൂസ്റ്റർ ചായയിൽ നമ്മൾ പോയിരുന്നല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് ക്യാഷ് എടുത്ത പോലെ താഴെ വീണു. അവിടെ പോയി ഫുള്ള് തറയെ നോക്കിയിട്ട് കിട്ടിയില്ല. വീണ്ടും നോക്കിക്കൊണ്ടിരുന്നപ്പം കിട്ടി. എന്ന് പറയുമ്പോൾ അപ്പം 6 മണി ആയി. ആ സമയം അപ്പം 6 ആയി എന്ന് പറയുമ്പോൾ അത് ആരോ പറഞ്ഞതല്ല ആ സമയത്ത് കയറിപ്പെടാം. കാരണം ഞാൻ അന്ന് എണീറ്റ് ടൈമും അതേപോലത്തെ ഒരു ടൈമായിരുന്നു. കാരണം ആ ധൈര്യം സംബന്ധിച്ച് പോയാലും അവിടെ ചെന്ന് ലാസ്റ്റ് വീഴും. അപ്പം അങ്ങനെ 6 മണിക്ക് കയറിയപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ചെന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊന്ന് കിടന്നുറങ്ങിയിട്ട് നമ്മൾ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് നമ്മൾ പോയി ഒരു റൂം നോക്കാനായിട്ട്. ആ റൂമിൻ്റെ കാര്യം പറയണോ, ഫുൾ കോമഡി, അത് അതിനും കൂടി അത് വിട്ടേരും. അപ്പോൾ പിന്നെ പറയാം. അപ്പം ആ റൂമിൻ്റെ അങ്ങോട്ട് പോയി റൂമൊക്കെ നോക്കി. 9 പറഞ്ഞു, 9 അല്ലേ, 9 പറഞ്ഞു. പിന്നെ അത് 9,600 ആയി. അത് വേറെ കഥ.
അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി അത് നോക്കിയിട്ട് അച്ഛൻ്റെ കൂടെ ഒരു കോഫി ഷോപ്പിൽ നിന്നെന്തോ ഫുഡ് നമ്മൾ ആ സമയത്ത് നേരത്തെ ഫുഡ് കഴിക്കണം കേട്ടോ. പുട്ടും കടലക്കറിയും എന്തോ കഴിക്കുന്നത് ഫുള്ളോണിന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഉറക്കവും ശരിയല്ല, ഫുഡും ഇല്ല, നമ്മളിങ്ങനെ അരഞ്ഞാൽ ആ സമയത്തൊന്ന് ആശ്വാസമായത്. റൂമെല്ലാം സെറ്റായി, എല്ലാം ജോലിയുടെ ഇതായാലും ആ സമയത്ത് സെറ്റായി, എല്ലാം ഇതായിരുന്നു. ആ ടൈമിൽ പോയ ആൾ വിളിക്കുന്നത് കിടന്ന് ഇങ്ങോട്ട് ആൾക്കാരിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കിടന്ന് വിളിക്കുക. കാരണം നൈറ്റ് നമ്മളൊരു ആവശ്യത്തിന് കിടന്ന് വിളിച്ചാ. അവരാരെങ്കിലും ഒരാൾ കോൾ എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല, ഇത്രയും നമ്മൾ അറിയാത്ത. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ ഫ്രണ്ടിനെ കിടന്ന് വിളിച്ചത്, എന്നെ അല്ല. എൻ്റെ ഫോൺ സൈലൻ്റായിരുന്നു. എന്നെ ഒരു പ്രാവശ്യം എന്തോ ആരും വിളിച്ചു, ഞാൻ എടുത്തില്ല. എൻ്റെ ഫോൺ സൈലൻ്റായിരുന്നു, പക്ഷെ ഫ്രണ്ട് എടുത്തില്ല. കാരണം നമുക്കൊരു ആവശ്യ സമയത്ത് നൈറ്റ് അത്രയ്ക്ക് നമ്മൾ അനുഭവിച്ചു. ഒന്ന് ആലോചിക്കുക, ഉറക്കമില്ലാതെ കൊച്ചു ഫുള്ള് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഉറക്കവും വരുന്നു, ഉറങ്ങിയേ വേണം, പക്ഷെ ഉറങ്ങാനും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ കാരണം എടുത്തില്ല. പിന്നെ തിരിച്ചു പോയപ്പോഴത്തേക്ക് അവർ നിന്നിട്ട് അവരപ്പം പ്ലേറ്റ് മാറ്റി. അത്രയും നാൾ അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറഞ്ഞ ആൾക്കാർ. അതിൻ്റെ ഓണർ എന്ന് പറയുമ്പം ആ ഫ്ലാറ്റ് അല്ലെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ എന്നവൻ പറയാണ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഇവരെ തോന്നൽ എന്തോ ആണെന്ന്. ഇത് നമുക്കെന്തോ വേറെന്തോ പ്രശ്നമുള്ളതുപോലെയൊക്കെ ആക്കി. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നിനും നിറമുള്ള കുറയണം അല്ലേ, തലയാട്ടുന്നുണ്ട് കേട്ടോ. സോ ഇത്ര ഒരു എക്സ്പീരിയൻസ് എനിക്കിത് മാത്രമല്ല, എനിക്ക് ഇതേപോലെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ശല്യമായിട്ട് ഇങ്ങനെ ആരും എനിക്ക് നിന്നിട്ടില്ല. എന്ന് പറയുമ്പം ഉറക്കത്തിനായാലും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെയൊന്നും ആരും വന്ന് നിന്നിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് താമസിച്ച വീടുകളിൽ സത്യമായിട്ടുണ്ട്, എൻ്റെ അമ്മ സത്യമായിട്ടും ഇതിനുമ്പോൾ താമസിച്ച എൻ്റെ കൂടെയുള്ള ആർക്കും അറിയാം. കാരണം വിളിക്കുമ്പോൾ ഞാൻ പറയും ഇവിടെ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ലെങ്കിൽ അവരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. എൻ്റെ റൂമിലൊക്കെ കാണും, അവിടെ ഇവിടെയൊക്കെ കാണും. അവർ മൂലക്കിരുന്ന് അവരൊരു ലോകത്ത് അവരായിട്ട് അങ്ങ് നിന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ മുമ്പ് പണ്ടൊരു സ്റ്റോറി ഉണ്ട്. നമുക്ക് ഫോട്ടോയിൽ ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു രൂപം. എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു സംഭവം. ഞാൻ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വെച്ചിട്ടും അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിക്ക്. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായി. പക്ഷേ ഇതിൻ്റെ ഒരു റീച്ച് പോലെ എനിക്ക് അടുത്ത വീഡിയോ ഇടുന്നത് അതൊരു അടുത്തൊരു സ്റ്റോറി ആയിട്ട് ഞാൻ വേറെ പറയാം. കാരണം അത് കുറേ ഉണ്ട് പറയാനായിട്ട്. കാരണം ഇപ്പോഴത്തെ സമയമൊന്നും നോക്കി തിരിച്ച് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിച്ച് അതോ പറമ്പിലാണെന്ന് തോന്നിയിരുന്ന് കഥ പറഞ്ഞത് ഇത്രയും നേരം എനിക്ക് ഒരുമാതിരി പറഞ്ഞു. സോ ഞാൻ ഇത്രയുള്ള ഈ വീഡിയോ എന്നല്ല, അടുത്ത റൂമിൽ പോയില്ല, അതിൻ്റെ കഥയും കൂടെ പറയണ്ട, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അതൊരു കോമഡി സംഭവമാണ്. മുടിയും പോയി, കാതും ഇൻഫെക്ഷനായി, അത് വേറൊരു സംഭവം. അതൊന്നിങ്ങനെ ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഞാൻ ഇടാം, എല്ലാവരും കയറി കാണണം. സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇതേപോലെ കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കാരണം ഞാനിത് വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. സോ ഞാൻ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട്, ഇതിലും വിശ്വസിക്കുന്നുണ്ട്. നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ട്, അതേപോലെ തന്നെ. അപ്പോൾ എനിക്കിത് കുറേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എനിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഇത് വരണമെന്ന് വേണ്ടതെന്നുള്ളത്. എന്നാലും ഞാൻ ഇടും, വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇടും. എൻ്റെ മൂക്ക് ചെറിയെന്ന് ആരും എന്നെ കുറ്റം പറയുന്നു. ഇതെല്ലാം നമ്മളൊരു ഇതല്ലേ, മൂക്ക് ചെറിയുമ്പോൾ ആരെങ്കിലും കുറ്റം പറയും, തുമ്മിയ പറയും ആരോ നമ്മളെക്കുറിച്ച് കുറ്റം പറയണം. ഞങ്ങളവിടെ എൻ്റെ അമ്മൂമ്മ പണ്ട് പറയുന്നു, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം തുമ്മുമ്പം പറയും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയും. അപ്പം അതൊക്കെ ഓരോ ആൾക്കാർ വിശ്വാസമാണ്. ഇപ്പം പോടണം രാത്രി നഖം വെട്ടിക്കൂടെന്ന് പറയും. ചില ആൾക്കാർ പറയും അതിൽ വേറെ എന്തോ ഉണ്ട് സംഭവം. ചില ആൾക്കാർ രാത്രി പണ്ടുള്ള കാലത്ത് നൈറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു, വെട്ടമില്ലായിരുന്നു. അപ്പം ഈ നഖം വെട്ടി തറയിലിട്ട് കഴിഞ്ഞാൽ, നഖം വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റത്തില്ല, നുള്ളി പറക്കാൻ പറ്റത്തില്ല, ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ ചില ആൾക്കാർ പറയും നഖം കടിച്ചുകൂടെ, കാരണം അണുക്കളുണ്ടാവും, ജെംസ് ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പോഴേ നമ്മുടെ അടുത്ത് നേരെ പറഞ്ഞ ഒരു കാര്യം ചെയ്യത്തില്ല. ഇങ്ങനെ സാധനം പേടിപ്പിക്കണ രീതി പറയത്തില്ല, കൊച്ചുവിട്ട് ഭൂതം വരും പെട്ടെന്ന് കഴിക്കും, അപ്പോൾ കൊച്ചു കഴിക്കും. നേരെ കഴിക്കും, മക്കൾക്ക് തടി വയ്ക്കേണ്ടതെന്ന് പറയാൻ കൊച്ചു കഴിക്കത്തില്ല. അതേപോലെ തന്നെ ഇത് ഓരോ ആൾക്കാർക്കും ഓരോ ഇതാണ്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്കുണ്ട്. സോ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ അങ്ങനെ അത് പറയാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, കാരണം സമയം ഒട്ടും ശരിയല്ല. ഒന്ന് തിരിഞ്ഞു നോക്കി. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ കിടന്നെയാ. ഇത് പെട്ടെന്ന് ഇരുണ്ട് ഒരുമാതിരി ഒരു ഹൊറർ വൈബൊക്കെ എനിക്ക് അടിക്കുന്നത്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട്